ഹായ് ഫ്രണ്ട്സ്, വാവച്ചി ഫാമിലീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേക്കും ഇതൊരു കുഞ്ഞു മോട്ടിവേഷൻ വീഡിയോ ആണ്. നമ്മുടെ ഷാരോൺ ഗ്രീഷ്മ വധക്കേസിനെ കുറിച്ച് ഗ്രീഷ്മയ്ക്ക് കൊലക്കയറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ഈ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. പ്രണയം എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നതാണ്. പക്ഷെ പ്രണയിച്ചാൽ അയാളെ തന്നെ വിവാഹം കഴിക്കാൻ കഴിയണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പല പ്രണയങ്ങളും തകർന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗ്രീഷ്മ ഷാരോണിനെ സ്നേഹിച്ച ശേഷം മറ്റൊരു ആളെ അവൾക്ക് സ്നേഹിക്കാൻ കിട്ടിയപ്പോൾ ആദ്യം സ്നേഹിച്ചിരുന്ന പയ്യനെ ഒഴിവാക്കാനായി അവൾ എന്ത് ചെയ്യാം, അവന് ജ്യൂസ് കൊടുക്കുകയാണ് ചെയ്തത്. ആ ജ്യൂസ് കുടിച്ചത് മുഖാന്തരം നമ്മുടെ ഷാരോൺ അനുഭവിച്ചത് വലിയ വേദനയാണ്. ആന്തര അവയവങ്ങൾ എല്ലാം തന്നെ അഴുകിപ്പോയി. അവസാനം മരണസമയത്ത് ഷാരോണ് ഈ സ്നേഹിച്ച ഗ്രീഷ്മ ഗ്രീഷ്മ എന്ന വാക്ക് മാത്രമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രീഷ്മയാണെങ്കിൽ ഇത്രയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് അവസാനം എന്ത് ചെയ്യുക, നമ്മുടെ ഷാരോണിനെ അങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ശരി കൂട്ടുകാരെ, ഇനി നമ്മുടെ വരുന്ന തലമുറകളിലുള്ള സഹോദരങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷന്റെ സൗന്ദര്യത്തിലോ അവന് വലിയ വീടുള്ളതോ അതല്ല നിങ്ങൾ നോക്കേണ്ടത്. ഒരു മനുഷ്യന്റെ മനസ്സിനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. മനുഷ്യന്റെ ശരീരം എത്ര തന്നെ നമ്മൾ നോക്കുമ്പോഴും നല്ല വെളുത്ത സുന്ദരനായിരുന്നാലും അവരുടെ എല്ലാം മനസ്സെന്ത് ചെയ്യുക, ചിലപ്പോൾ കറുത്ത് കരിവാളിച്ചായി പോരും. ഒരു പഴഞ്ചൊല്ലുണ്ട്, തലച്ചോറിൽ രക്തം കട്ട പിടിച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കുവാൻ ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ നിറയെ മരുന്നുകളുണ്ട്. പക്ഷെ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് അഴുക്ക് പിടിച്ചാൽ അത് തന്നെ കഴുകി മാറ്റാനായിട്ട് ഒരു സാധനവും ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളൊരു പുരുഷനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പുരുഷനെ വേണ്ടേ അവനോട് തുറന്നു പറയുക, എനിക്ക് നിന്നെ ഇനി വേണ്ട എന്ന് തുറന്നു പറയുക. അല്ലാതെ ഒരിക്കലും അവനെ ഇതുപോലെ നമ്മുടെ ഷാരോൺ അനുഭവിച്ചതുപോലത്തെ വേദന ഇനി ഒരു സഹോദരങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുവതലമുറകളോട് പറയാനുള്ളത്, പ്രണയം ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രീഷ്മ എടുത്തതുപോലെ ഒരു നിമിഷത്തിൽ വേറൊരു പയ്യനെ കണ്ടപ്പോൾ എടുത്ത ആ തെറ്റായ തീരുമാനം മുഖാന്തരം അവളുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുക, അഴികളിലുള്ളിലായി. കാരണം ജീവപര്യന്തം ശിക്ഷയെ അവിടെ നിന്ന് തൂക്കുകയറിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ അവളെ പ്രസവിച്ച അച്ഛനെയും അമ്മയും നിങ്ങൾ ഓർത്ത് നോക്കിക്കാണാം, അവരുടെ വേദന ഓർത്തണം. ഇന്ന് ഈ ലോകത്തിൽ ഓരോ അമ്മമാരും അച്ഛനും ഓരോ മക്കള് അവർക്ക് വളർന്നു വരുമ്പോൾ അവർ 1000 സ്വപ്നങ്ങൾ കണ്ടാണ് എന്ത് ചെയ്യുക, അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത്. അവരുടെ പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങളുടെ, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ആയുസ്സിലെ എല്ലാ കഷ്ടപ്പാടും അവരുടെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കണം, നല്ല നിലയിലാക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഓരോ അച്ഛനും അമ്മയും മുന്നോട്ട് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ മക്കള്, യുവതലമുറകള് ഇനി ഒരിക്കലും നമ്മുടെ ഗ്രീഷ്മയെ പോലെയോ ഒരു സ്വഭാവം ആരിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടി തന്നെ ഓരോ സഹോദരങ്ങളും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി ഒരു ഗ്രീഷ്മമാരും നമ്മുടെ ഈ ലോകത്ത് ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പം ശരി കൂട്ടുകാരെ, ഞാനൊരു ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോഴേക്കും വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.